സൂര്യനായകനാക്കി വെങ്കി അത്തിലൂർ ഡയറക്ട് ചെയ്ത ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സൂര്യ ഇതുപോലൊരു പടം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ജനറൽ പുള്ളി അധികം പടങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു പടമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഈ പടത്തിന് കയറിയത്. പക്ഷെ എനിക്ക് ഈ പടം അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. എന്ന് വെച്ച് മോശ സിനിമയാണെന്നല്ല, സൂര്യ അല്ലാണ്ട് മറ്റൊന്നും ഈ പടത്തിന് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. പുള്ളി നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സൂര്യ അല്ലാണ്ട് മറ്റേതെങ്കിലും നടനാണ് ഈ റോൾ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കഴിയുന്ന പോലെ. ഈ പടത്തിൽ ആ ഒരു ക്യാരക്ടറിന്റെ എഴുത്തിൽ തന്നെ ക്രിഞ്ചായി പോവേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം പുള്ളി നല്ല സേഫ് ആയിട്ട് നീറ്റായിട്ട് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തു. ഇനി മൊത്തത്തിൽ ഈ സിനിമയിലേക്ക് വന്ന എല്ലാം വൺ റിച്ച് പരിപാടികളാണ്. മേക്കിംഗ് ആയാലും സിനിമോട്ടോഗ്രഫി ആയാലും എല്ലാം ടോപ്പാണ്. ഈ സിനിമയുടെ ഒരു കഥാ പശ്ചാത്തലം തന്നെ ഒരു അംബാനി ലെവലാണ്. സൂര്യയുടെ സഞ്ജയ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു മൾട്ടി മില്യണയർ ആണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം കാണിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ പടം ഭയങ്കര ബ്രൈറ്റ് ആണ്. ഇതിൽ പല സംഭവങ്ങളും നമുക്കൊരു പരസ്യമായിട്ട് തോന്നും. ഒരു കല്യാണം ആയാലും വീട്ടിലെ കാര്യമായാലും ആ കൊച്ചിനെ കാണിക്കുന്ന സീനുകളായാലും എല്ലാം ഒരു ബിഗ് ബഡ്ജറ്റ് ആഡ് കണ്ട ഫീലാണ്. അതങ്ങനെ തന്നെയാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ പടത്തിൽ ഏതൊരു ഷോട്ട് എടുത്താലും അതിന്റെ കൂടെ ഒരു പ്രോഡക്റ്റ് വെച്ചാൽ ഇതൊരു ആഡ് ആയിട്ട് തോന്നും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ പരസ്യത്തിൽ മാത്രം കണ്ടിട്ടുള്ളത് കൊണ്ട് ഈ പടം കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് നല്ല രീതിയിൽ തുടങ്ങിയ ഒരു സിനിമയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ അത്യാവശ്യം നല്ല എൻജോയ് ചെയ്താണ് കണ്ടത്. അപ്പോ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സാധനമുണ്ട്. ഈ സഞ്ജയ് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇവരെങ്ങനെ സെറ്റ് ആവും. അങ്ങനെ ഫസ്റ്റ് ഹാഫിനേക്കാളും നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് ആയിരിക്കും എന്ന് അവര് നമുക്ക് പ്രതീക്ഷ തരും. പക്ഷെ കൊടുക്ക കൊണ്ടുവന്ന് കലമുടക്കി. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥ വേറെ രീതിയിലാണ് പോകുന്നത്. വേറെയും ക്യാരക്ടേഴ്സ് കയറി വന്ന് പിന്നെ അങ്ങോട്ട് അവിഹിതമാണ്. ആ പടത്തിന്റെ മൊത്തം മൂഡ് കൊണ്ട് കളയും. പിന്നെ അങ്ങോട്ട് ഇതിലൂടെ പോകുന്ന ഇമോഷൻസ് ആണ്. പക്ഷെ ആ ഒരു ഏരിയയൊക്കെ സൂര്യ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും സൂര്യ മാത്രമേ ഉള്ളൂ എന്നൊരു ഫീൽ വരും. അല്ലാണ്ട് അതിനകത്തൊന്നും സംഭവിക്കുന്നില്ല. വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. എന്നാൽ പല ഏരിയയിലും നമുക്കിത് എന്തെന്നൊക്കെ തോന്നും. നമ്മൾ ഇൻസ്റ്റഗ്രാം ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ചില സ്റ്റോറി ആഡുകളൊക്കെ വരുമല്ലോ, ഈ FM ആഡുകൾ. ആ ലെവൽ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഒരു പാവപ്പെട്ടനെ പോലെ ഇരിക്കുന്ന കോടീശ്വരൻ കൂടി പെൺകുട്ടി, ആ പെൺകുട്ടി മറ്റൊരു കോടീശ്വരനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. പാവപ്പെട്ടനായിട്ടിരിക്കുന്ന കോടീശ്വരൻ സട കൊടുന്ന് എഴുതേക്കുന്നു, അവന്റെ പവർ കാണിക്കുന്നു, പൈസ വാരി എറിയുന്നു. നായക ഇത് കണ്ടിട്ട് ഇംപ്രസ് ആവുന്നു. ഇങ്ങനൊക്കെ കുറെ സംഭവങ്ങൾ ഈ പടത്തിലുണ്ട്. നമ്മൾ FM ആഡിൽ കാണുന്ന പല സംഭവങ്ങളും പല കഥകളും ഇതിലൂടെയും കടന്നു പോകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമ എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. പടം ഇഷ്ടപ്പെട്ടവരും കാണും, ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ വാരിസിനെ വെച്ച് ഇതിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം പറയാം, വാരിസിന്റെ അത്രയും തരം താഴ്ന്നൊരു സിനിമയല്ല. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ സൂര്യ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സിനിമകളല്ല. തമിഴ് സിനിമയിൽ വിജയുടെ സിംഹാസനം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുവാണ്. അതിലിരിക്കാൻ അർഹൻ ഞാൻ നോക്കിയിട്ട് ഇനി സൂര്യ മാത്രമേ ഉള്ളൂ. പറയും പോലെ ദ പുള്ളിയാണ് ഒരേ ഒരു ഓപ്ഷൻ. ഇപ്പൊ സൂര്യയുടെ കാര്യം എടുത്താൽ തമിഴ് സിനിമയിൽ പുള്ളിയുടെ സ്ഥാനം ടയർ 1നും ടയർ 2നും ഇടയിലാണ്. തുപ്പാക്കിയോ മങ്കാത്തിയോ പോലൊരു സിനിമ സംഭവിച്ചാൽ മതി, പുള്ളിയുടെ ലെവല് മാറും. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്താൻ തമിഴ് സിനിമയിൽ ഇത്രയും കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഫീൽ ഗുഡ് ബയോപിക് ഒക്കെ എടുക്കാതെ ഡയറക്റ്റ് സ്റ്റാർട്ടത്തിന് ചെക്ക് വെക്കാൻ പറ്റുന്ന ഐറ്റങ്ങളാണ് അങ്ങോട്ട് ഇറക്കി വിടേണ്ടത്. ഇപ്പൊ സൂര്യയുടെ പടങ്ങളുടെ കാര്യം എടുത്താൽ അടുത്തത് ജിത്തു മാധവൻ പടം നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ്. അത് കഴിഞ്ഞ് സൂര്യ 48 ബയോപിക് ആണ്, ജ്ഞാനവേൽ ഡയറക്ഷൻ. പിന്നെ സൂര്യ 49 H വിനോദ് ആണെന്ന് പറയുന്നു. ഇനി ബാക്കി നിങ്ങൾ പറ.